ഹലോ വെൽക്കം ടു ചലഞ്ചർ ആപ്പ്. ഇന്ന് നമ്മൾ ജീവകങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്, വൈറ്റമിൻസ്. അതായത് നമുക്ക് ഭയങ്കര ഒരു ഷുവർ ആയിട്ട് ഒരു 90% അബവ് ഷുവർട്ടി ഉള്ള ഒരു ടോപ്പിക്കാണ് ഈ ജീവകങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, പ്രത്യേകിച്ച് നമ്മുടെ സിലബസിനകത്ത് പ്രത്യേകം പറഞ്ഞിട്ടുമുണ്ട്, ജീവകങ്ങൾ എന്ന് എടുത്ത് പറഞ്ഞിട്ടുമുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ജീവകങ്ങൾ സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ എന്താണ് ജീവകങ്ങൾ? ഇംഗ്ലീഷിൽ അതിന്റെ പേര് വൈറ്റാമിൻസ് എന്നാണ്. വൈറ്റാമിൻസ് എന്ന് വെച്ചാൽ വളരെ എസെൻഷ്യൽ ആയിട്ട് നമ്മുടെ ബോഡിക്ക് ആവശ്യമുണ്ട്. നമ്മുടെ 2-3 പോയിന്റ് ഞാൻ ഇൻട്രൊഡക്ഷനിൽ പറയും, അത് വളരെ ശ്രദ്ധിക്കണം. ഒന്ന്, വളരെ കുറച്ചളവിൽ മാത്രമേ വൈറ്റമിൻസ് ആവശ്യമുള്ളൂ. അപ്പൊ നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള പോഷകങ്ങളെ, അപ്പൊ നമുക്ക് അറിയാലോ, പോഷകങ്ങൾ എന്ന് പറയുമ്പോൾ അത് ഒരു 5 പോഷകങ്ങളാണ് പ്രധാനമായിട്ട് വരുന്നത് ബാലൻസ്ഡ് ഡയറ്റിനകത്ത്. അപ്പൊ അത് കാർബോഹൈഡ്രേറ്റ്, അതായത് ധാന്യകം അഥവാ അന്നജം, പിന്നെ പ്രോട്ടീന്, കൊഴുപ്പ്, ജീവകങ്ങൾ, ധാതുലവണങ്ങൾ. അപ്പൊ ഇങ്ങനെയാണ് 5 പോഷക ഘടകങ്ങൾ വരുന്നത്. ഈ 5 പോഷക ഘടകങ്ങളും ശരിയായ അളവിലും ശരിയായ അനുപാതത്തിലും അടങ്ങിയിട്ടുള്ള, കറക്റ്റ് പ്രപ്പോർഷൻ ആൻഡ് കറക്റ്റ് ക്വാണ്ടിറ്റി, ഈ 2 കാര്യങ്ങളും ശ്രദ്ധിക്കണം, അടങ്ങിയിട്ടുള്ള ഭക്ഷണത്തെയാണ് നമ്മൾ ബാലൻസ്ഡ് ഡയറ്റ് അഥവാ സമീകൃത ആഹാരം എന്ന് പറയുന്നത്. അപ്പൊ സമീകൃത ആഹാരത്തിൽ ആവശ്യമുള്ള പോഷകങ്ങളെ 2 വിഭാഗമായിട്ട് തിരിച്ചിട്ടുണ്ട്. മാക്രോ അഥവാ സ്ഥൂല പോഷകങ്ങളെന്നും മൈക്രോ അഥവാ സൂക്ഷ്മ പോഷകങ്ങളെന്നും. അപ്പൊ മാക്രോ എന്ന് പറഞ്ഞാൽ ശരീരത്തിന് വലിയ അളവിൽ ആവശ്യമുള്ളവയും, മൈക്രോ എന്ന് പറഞ്ഞാൽ, അതായത് സൂക്ഷ്മ പോഷകങ്ങൾ എന്ന് പറഞ്ഞാൽ കുറഞ്ഞ അളവിൽ ആവശ്യമുള്ളതുമാണ്. അപ്പൊ കൂടിയ അളവിൽ കാർബോഹൈഡ്രേറ്റ് വേണം, കൊഴുപ്പ് വേണം, പ്രോട്ടീൻ വേണം. ഇത് 3ഉമാണ് സ്ഥൂല പോഷകങ്ങൾ. അതേസമയം സൂക്ഷ്മ പോഷകങ്ങൾ എന്ന് പറയുമ്പോൾ അതിനകത്ത് ജീവകങ്ങളും ധാതുലവണങ്ങളും ഉൾപ്പെടുന്നതാണ്. അപ്പൊ ഇത് രണ്ടും ശരീരത്തിന് വളരെ നേരിയ, കമ്പാരിറ്റീവ്ലി, അതായത് സ്ഥൂല പോഷകങ്ങളെ അപേക്ഷിച്ച് വളരെ കുറച്ച് മാത്രമേ ആവശ്യമുള്ളൂ. ആ ഒരു പോയിന്റ് നമ്മൾ മനസ്സിൽ വെക്കണം, വളരെ കുറച്ച് മാത്രമേ ആവശ്യമുള്ളൂ. പിന്നെ എന്താണ് ഈ വൈറ്റമിൻസിന്റെ ഫംഗ്ഷൻ? നമ്മുടെ ഓരോ അവയവത്തിന്റെയും ശരിയായ പ്രവർത്തനത്തിന് വൈറ്റമിൻസ് ആവശ്യമാണ്. അവയവങ്ങളുടെ ശരിയായ പ്രവർത്തനത്തിന് ആവശ്യമാണ്. മറ്റൊന്ന്, രോഗപ്രതിരോധ ശേഷി നമുക്ക് നൽകുന്നത് പ്രധാനമായും ഈ വൈറ്റമിൻസ് ആണ്. ധാതുക്കളും വൈറ്റമിൻസും ഒരേപോലെ തന്നെ ഏകദേശം ഫംഗ്ഷൻ നമ്മുടെ ബോഡിയിൽ ചെയ്യുന്നത്. അവയവങ്ങളുടെ ശരിയായ പ്രവർത്തനത്തിന് ആവശ്യമാണ്, രോഗപ്രതിരോധ ശേഷി നൽകുന്നതിന് ആവശ്യമാണ്. പിന്നെ പെർട്ടിക്കുലർ ആയിട്ട് ഓരോ വൈറ്റമിൻസിനും ഓരോ ഫംഗ്ഷൻ ഉണ്ട്. അപ്പൊ ഇതിനകത്ത് നമ്മൾ ജീവകങ്ങളെ 2 വിഭാഗമായിട്ട് തിരിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. നിങ്ങൾക്കറിയാം, നിങ്ങൾ പഠിച്ചിട്ടുള്ളതും ഒക്കെ നേരത്തെ നോക്കിയിട്ടുണ്ടെന്നുള്ളത് തീർച്ചയായിട്ടും എനിക്കറിയാം. അപ്പൊ അത് ഒന്ന് ജലത്തിൽ ലയിക്കുന്നതെന്നും മറ്റൊന്ന് കൊഴുപ്പിൽ ലയിക്കുന്നതെന്നുമാണ് ജീവകങ്ങളെ 2 വിഭാഗമായി തിരിച്ചിരിക്കുന്നത്. അപ്പൊ കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനുകളാണ് എ, ഡി, ഇ, കെ. ജലത്തിൽ ലയിക്കുന്ന വിറ്റാമിനുകളാണ് ബി കോംപ്ലക്സും സി. ഓക്കെ, അതിൽ ഈ ബി കോംപ്ലക്സ് സി വൈറ്റമിൻസിന്റെ ഫംഗ്ഷൻ പറയുമ്പോഴത്തേക്ക് ഇവർ പലപ്പോഴും, അത് ഞാൻ ഓരോ ബി കോംപ്ലക്സിലേക്ക് വരുന്ന സമയത്ത് സ്പെസിഫിക് ആയിട്ട് പറയും, എന്നാലും പറയുകയാണ്, ഇവര് കോ എൻസൈമുകളായിട്ട് ആക്ട് ചെയ്യുന്നു. കോ എൻസൈം എന്താണ് എന്നുള്ളത് നമ്മൾ ആ ബി കോംപ്ലക്സിലേക്ക് വരുന്ന സമയത്ത് ഞാൻ ഒന്നും കൂടെ വിശദമായിട്ട് പറഞ്ഞു തരാം. കോ എൻസൈം ആയിട്ട് ആക്ട് ചെയ്യുന്നു. പിന്നെ രണ്ടാമത്, നമ്മുടെ ശരീരത്തിലെ പല ന്യൂട്രിയൻസും, പ്രത്യേകിച്ച് എനർജി പ്രൊവൈഡ് ചെയ്യുന്ന പ്രോട്ടീൻസ്, അന്നജം തുടങ്ങിയവ ശരിയായ രീതിയിൽ ശരീരത്തിന് ഉപയോഗപ്പെടുത്താൻ ബി കോംപ്ലക്സ് സി വൈറ്റമിൻസിന്റെ സഹായം വേണം. പിന്നീട് അതിന് അതിൻ്റെതായ ഫംഗ്ഷനും കൂടി നിർവഹിക്കാനുണ്ട്. ഓക്കെ, നമ്മൾ മെയിൻസ് പരീക്ഷ എഴുതാൻ പോകുമ്പോൾ പ്രിലിംസിനെ പോലെ അത്ര ഒരു സൂപ്പർഫിഷ്യലായ രീതിയിലല്ല, ഒന്നും കൂടെ ഒരു അതേ പോർഷൻ ആണെങ്കിൽ പോലും ഇച്ചിരി കൂടെ ഒരു ഡെപ്തിലേക്ക് കാര്യങ്ങൾ ഒന്ന് അറിഞ്ഞുകൊണ്ട് പോകുന്നതാണ് നല്ലത്. ഓക്കെ, അപ്പൊ അതാണ് 2 വിഭാഗം വൈറ്റമിൻസ്. ഫങ്ഷൻസ് ഞാൻ ഓരോ വൈറ്റമിൻസ് പറയുന്ന സമയത്തും പ്രത്യേകിച്ച് ഫങ്ഷൻസ് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പൊ നമ്മൾ അവയവങ്ങളുടെ ശരിയായ പ്രവർത്തനത്തിന്, രോഗപ്രതിരോധത്തിന് വിറ്റാമിനുകൾ ആവശ്യമാണ്. വളരെ കുറഞ്ഞ അളവിൽ മാത്രമേ ഇവ ആവശ്യമുള്ളൂ, അല്ലെ? വിറ്റാമിനുകളെ നമ്മൾ 2ആയി തരം തിരിച്ചിരിക്കുന്നു, കൊഴുപ്പിൽ ലയിക്കുന്നവയെന്നും ജലത്തിൽ ലയിക്കുന്നവയെന്നും. പ്രധാനമായും കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനുകളാണ് എ, ഡി, ഇ, കെ ജീവകങ്ങൾ. കൊഴുപ്പിൽ ലയിക്കുന്ന ജീവകങ്ങളാണ്. ജലത്തിൽ ലയിക്കുന്നത് ബി കോംപ്ലക്സ് ആൻഡ് സി. ബി കോംപ്ലക്സ് ആൻഡ് സി. നോക്കൂ, നമ്മള് ഇപ്പൊ ഈ ബി കോംപ്ലക്സ് ജീവകം എന്ന് നമ്മൾ പറയുമ്പോൾ, ബി കോംപ്ലക്സ് ജീവകം എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ് ബി കോംപ്ലക്സിലേക്ക് വരുന്നത് നോക്കിയോണം. B1, B2, B3, B5, B6, B7, B9, B12, B12 ഇത്രയുമാണ്. അപ്പൊ B1, B2, B1, B2, B3, B4 ഇല്ല, B5, B6,
B7 B8 ഇല്ല, B9 B12. അപ്പൊ എത്ര ജീവകങ്ങള്? 8 ജീവകങ്ങൾ. 1 2 3 4 5 6 7 8. അപ്പൊ ബി കോംപ്ലക്സ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് 8 വിറ്റാമിനുകളാണ് ഉൾപ്പെടുന്നത്. B1 B2 B3 B5 B6 B7 B9 B12. അങ്ങനെ 8 ജീവകങ്ങൾ ബി കോംപ്ലക്സ്. പിന്നെ സി. അപ്പൊ ഈ ബി കോംപ്ലക്സും സിയും ജലത്തിൽ ലയിക്കുന്നവയും എ ഡി ഇ കെ എന്നീ വിറ്റാമിനുകൾ കൊഴുപ്പിൽ ലയിക്കുന്നതുമാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം കൊഴുപ്പിൽ ലയിക്കുന്ന ജീവകത്തെ കുറിച്ച് പഠിക്കണം. നമുക്ക് ആദ്യം ഒരു അവയർനെസ് വേണം. നമ്മൾ ഈ ഒരു ജീവകങ്ങളെ കുറിച്ച് പഠിക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ചെയ്യണം, അല്ലെ? അങ്ങനെ മുൻകൂട്ടി നമ്മൾ പ്രോജക്റ്റുകളൊക്കെ ചെയ്യുന്ന സമയത്ത് മുൻകൂട്ടി തയ്യാറാക്കി അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ പറ്റും, അല്ലെങ്കിൽ അത് ഒരു കോർഡിനേറ്റഡ് ആയിട്ട് പോകത്തില്ല. പഠിത്തത്തിന്റെ കാര്യത്തിൽ പ്രത്യേകം ആ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ഇപ്പൊ നമ്മൾ പലപ്പോഴും നിങ്ങൾ ഈ ക്ലാസ്സിൽ ഇരുന്ന് ശ്രദ്ധിക്കുന്നവരെല്ലാവരും തന്നെ ബയോളജിക്കാരൊന്നുമല്ല. അപ്പോൾ അവരവരുടെ സബ്ജക്റ്റിലായിരിക്കും അവരവർ എക്സ്പേർട്ട് ആയിട്ട് വരിക. അപ്പൊ മറ്റുള്ളതിനെ കുറിച്ച് ഒരു ഐഡിയ നമുക്ക് കിട്ടണം. അത് ഈ ജീവകം നല്ല എന്ത് തന്നെ ആയാലും. അപ്പൊ ഇപ്പൊ ജീവകങ്ങളുടെ കേസ് എടുക്കുമ്പോൾ നമ്മൾ ജീവകത്തെ കുറിച്ച് എന്ത് ചോദിക്കും? ജീവകത്തെ കുറിച്ച് ചോദിക്കുന്നത് ഒന്ന്, ഒരു ജീവകത്തിന്റെ ശാസ്ത്രീയ നാമം ആദ്യം നമ്മൾ അറിയണം. ഇപ്പൊ ഞാൻ വൈറ്റമിൻ എ എന്ന് പറയുന്നു, അതിന് ശാസ്ത്രീയമായ ഒരു പേരുണ്ട്, ഒഫീഷ്യലായിട്ട് അതിനൊരു പേരുണ്ട്. അപ്പൊ അത് ജീവകത്തിന്റെ ഓരോ ജീവകത്തിന്റെയും ശാസ്ത്രീയ നാമം. രണ്ടാമത്, ആ ജീവകത്തിന്റെ അപര്യാപ്തത നമുക്ക് എന്ത് രോഗമാണ് ഉണ്ടാക്കുക എന്ന്. പിന്നെ ആ രോഗത്തിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടെങ്കിൽ അത്. മറ്റൊന്ന്, ഈ ജീവകത്തിന്റെ സ്രോതസ് നമ്മൾ പഠിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള സ്രോതസ്സുകളെ ചോദിക്കുള്ളൂ. ഇപ്പൊ ഇറച്ചി, മീന്, മുട്ട, ഇലക്കറികൾ. ഇപ്പൊ ചില ഇലക്കറികളിൽ ചില വൈറ്റമിൻസ് കൂടുതലായി കാണപ്പെടും. അങ്ങനെയാണെങ്കിൽ ആ വൈറ്റമിന്റെ സ്രോതസ്സായിട്ട് ആ ഇലക്കറി ചോദിക്കും. അതല്ല എങ്കിൽ ഇപ്പൊ ജനറൽ ആയിട്ട് എല്ലാ വൈറ്റമിൻസും ഉള്ള ചില ഫുഡ് സോഴ്സസ് ഒക്കെ ആണെങ്കിൽ അങ്ങനെ ചോദിക്കൂല. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ വൈറ്റമിൻ B1 ഏറ്റവും നല്ല സ്രോതസ് പല പ്രാവശ്യം PSC ചോദിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ്? അതൊരു പ്രത്യേകതയുള്ള സ്രോതസ് ആയതുകൊണ്ടാണ്. അത് അരിയുടെ തവിടാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അരിയുടെ മാത്രമല്ല, ധാന്യങ്ങളുടെ തവിടിലെല്ലാം ഹോൾ ഗ്രെയിൻസ്, പാർബോയിൽഡ് ആയിട്ടുള്ള റൈസ്, പാർബോയിൽഡ് അല്ലാതെ മിൽഡ് പോളിഷ്ഡ് റൈസ് അല്ലാതെ പാർബോയിലിംഗ് ചെയ്യുന്ന അരിയിൽ എന്തുണ്ടാവും? ഈ പിന്നീട് തവിടുണ്ടാവും. അപ്പൊ ഈ അരിയുടെ തവിടിൽ ധാരാളമായിട്ട് അടങ്ങിയിരിക്കുന്നതാണ് വൈറ്റമിൻ B1 എന്ന് പറയുന്നത്. അപ്പൊ അത്തരത്തിലുള്ള സോഴ്സുകളാണ് ചോദിക്കുക. നമ്മളിപ്പം എല്ലാ വൈറ്റമിൻസിന്റെയും ഓൾമോസ്റ്റ് പ്രധാനപ്പെട്ട സോഴ്സുകളെല്ലാം നമ്മൾ പഠിക്കും. ഓക്കെ, അപ്പൊ ഇതാണ് ക്വസ്റ്റ്യന്റെ ഐഡിയ. ഞാൻ പറഞ്ഞു എന്താണ്. ആദ്യം ജീവകത്തിന്റെ ശാസ്ത്രീയ നാമം, പിന്നീട് എന്താണ് ആ ജീവകത്തിന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം, ഡെഫിഷ്യൻസി, ഡിസീസ്, ആ ജീവകത്തിന്റെ ധർമ്മം, ചില ജീവകങ്ങളുടെ ധർമ്മങ്ങൾ പ്രത്യേകിച്ച് എടുത്ത് ചോദിക്കും. അതിന്റെ സോഴ്സ് എന്താണ് എന്നുള്ളതാണ് പ്രധാനമായിട്ട് വരുന്ന ചോദ്യങ്ങൾ. അപ്പൊ നമുക്ക് ആദ്യം ജീവകങ്ങൾ ആദ്യം നമുക്ക് കൊഴുപ്പിൽ ലയിക്കുന്ന ജീവകങ്ങൾ ആദ്യം നോക്കാം. അത് വൈറ്റമിൻ എ ആണ് ആദ്യത്തേത്. അപ്പൊ വൈറ്റമിൻ എയുടെ ശാസ്ത്രീയ നാമം റെറ്റിനോൾ എന്നാണ്. റെറ്റിനോൾ. നമ്മൾ റെറ്റിന എന്ന് പറയുന്ന വാക്ക് കേൾക്കും. ആ റെറ്റിന എന്ന് പറയുന്ന വാക്ക് നമ്മുടെ കണ്ണിനെ കുറിച്ചാണ് കേൾക്കുന്നത്. നമ്മുടെ കണ്ണില് നമ്മളൊരു വസ്തുവിനെ നോക്കുമ്പോൾ ഇമേജ് അഥവാ പ്രതിബിംബം രൂപപ്പെടുന്നത് റെറ്റിനയിലാണ്. കണ്ണിന് പല ഭാഗങ്ങളുണ്ട്. ഇപ്പൊ കണ്ണിന്റെ കോർണിയയിലൂടെ പ്രകാശം അകത്തേക്ക് കടക്കും. കണ്ണിന്റെ ലെൻസ് ആണ് വസ്തുവിന്റെ ഇമേജിനെ ഫോക്കസ് ചെയ്യുന്നത്. ഫോക്കസ് ചെയ്ത് ഇമേജ് പതിക്കുന്ന സ്ഥലമാണ് റെറ്റിന എന്ന് പറയുന്നത്, അല്ലെ? അപ്പൊ ആ റെറ്റിനോൾ എന്നാണ് ഈ വൈറ്റമിന്റെ ശാസ്ത്രീയ നാമം. അപ്പൊ ഈ ശാസ്ത്രീയ നാമം ഉണ്ടാകാൻ തന്നെ കാരണം എന്താണ്? ഈ ജീവകം കണ്ണിന്റെ ആരോഗ്യത്തിന് ആവശ്യമാണ്. അപ്പൊ ഫംഗ്ഷൻ നമുക്ക് അവിടെ കിട്ടി. അപ്പൊ റെറ്റിനോൾ എന്നാണ് ശാസ്ത്രീയ നാമം. അതിന്റെ പ്രധാന ഫംഗ്ഷൻ എന്താണ്? കണ്ണിന്റെ ആരോഗ്യത്തിന് ആവശ്യമാണ്. അത് കൂടാണ്ട് ത്വക്കിനും ആവശ്യമാണ്. അപ്പൊ കണ്ണ്, ത്വക്ക്, പ്രധാനമായിട്ടുള്ളത് കണ്ണാണ്, ത്വക്കും കൂടി ഉണ്ട്. അപ്പൊ ഇതിന്റെയൊക്കെ ആരോഗ്യത്തിന് ആവശ്യമാണ്. അടുത്തത്, ഇതിന്റെ അപര്യാപ്തത രോഗത്തിലേക്ക് നമ്മൾ വരികയാണ്. അപര്യാപ്തത രോഗങ്ങൾ 4 അപര്യാപ്തത രോഗങ്ങളാണ് വൈറ്റമിൻ എയുടെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്നത്. ഡെഫിഷ്യൻസി ഡിസോർഡേഴ്സ് 4 എണ്ണമാണ്. ഒരെണ്ണം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ നിശാന്തത എന്ന് പറയുന്ന രോഗമാണ്. അപ്പൊ നിശാന്തതയുടെ ഇംഗ്ലീഷ് വാക്ക് നൈറ്റ് ബ്ലൈൻഡ്നെസ്. നൈറ്റ് ബ്ലൈൻഡ്നെസ്, ഇതാണ് നിശാന്തതയുടെ ഇംഗ്ലീഷ് വാക്ക്. അപ്പൊ നിശാന്തതയും, ഞാൻ ആദ്യം രോഗങ്ങളുടെ എല്ലാം പേര് പറയാം. പേര് പറഞ്ഞതിന് ശേഷം നമുക്ക് ഓരോ ഡിസീസ് ആയിട്ട് നോക്കാം. അപ്പൊ നിശാന്തത. രണ്ടാമത്തെ രോഗം മാലക്കണ്ണ്. മാലക്കണ്ണിന്റെ ഇംഗ്ലീഷ് വാക്ക് സീറോഫ്താൽമിയ എന്നാണ്. സീറോഫ്താൽമിയ. സീറോഫ്താൽമിയാണ് മാലക്കണ്ണ്. മാലക്കണ്ണ്. മൂന്നാമത്തെ രോഗം എന്ന് പറയുന്നത് കെരാട്ടോമലേഷ്യ. അപ്പൊ അതിന്റെ മലയാളവും ഇംഗ്ലീഷും അത് തന്നെയാണ്. കെരാട്ടോമലേഷ്യ. മലേഷ്യ. ഓക്കെ,
അടുത്ത രോഗം, നാലാമത്തെ രോഗമാണ് ബീറ്റോട്സ് സ്പോട്ട്. ബീറ്റോട്സ് സ്പോട്ട്. ഓക്കെ, അപ്പൊ ഇത് 4 പ്രധാനമായിട്ടും വൈറ്റമിൻ എയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന 4 നേത്ര രോഗങ്ങൾ. നൈറ്റ് ബ്ലൈൻഡ്നസ്, സിറോഫ്താൽമിയ, കെരാട്ടോമലേഷ്യ, ബീറ്റോട്ട് സ്പോട്ട്. ഓക്കെ, 4 രോഗങ്ങൾ. നൈറ്റ് ബ്ലൈൻഡ്നസ് നിശാന്തത, സിറോഫ്താൽമിയ എന്ന് പറഞ്ഞാല് മാലക്കണ്ണ്. ഓക്കെ, ഇനി നമുക്ക് ഈ ഓരോ രോഗങ്ങളും എങ്ങനെ വൈറ്റമിൻ എയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് നോക്കാം. ആദ്യം നമുക്ക് നിശാന്തത എടുക്കാം. അപ്പൊ നിശാന്തത എന്ന് പറയുന്നത് എന്താണ്? അപ്പൊ എല്ലാവരും പറയും രാത്രി കണ്ണ് കണ്ടുകൂടാ, അല്ലെങ്കിൽ സന്ധ്യ കഴിഞ്ഞാൽ കണ്ണ് കാണാൻ പാടില്ല. അങ്ങനെയല്ല, അരണ്ട വെളിച്ചത്തിൽ ഒന്നും കാണാൻ പറ്റില്ല. അപ്പൊ രാത്രിയാണോ പകലാണോ എന്നുള്ളത് അതിന് ബാധകമല്ല. ഡിം ലൈറ്റിൽ ഒന്നും കാണാൻ പറ്റില്ല. അപ്പൊ നമുക്ക് ഒരല്പം കണ്ണിന്റെ ഒരു എന്താ പറയാ സ്ട്രക്ചർ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് ഇതിനെ ഒന്ന് കോറിലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ കണ്ണിലേക്ക് വരിക, ഒരല്പം ഇവിടെ നിന്ന് ഒരല്പം നമ്മൾ ഡൈവേർട്ട് ചെയ്ത് കണ്ണിലേക്ക് വരുന്നു. അപ്പൊ നമ്മുടെ കണ്ണില് 2 തരത്തിലുള്ള പ്രകാശഗ്രാഹി കോശങ്ങളുണ്ട്. ഈ പ്രകാശഗ്രാഹി കോശങ്ങൾ റെറ്റിനയിലാണ് കാണപ്പെടുന്നത്. 2 തരം പ്രകാശഗ്രാഹി കോശങ്ങൾ, ഫോട്ടോ റിസപ്റ്റേഴ്സ്, 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് കോൺ സെല്ല്, മറ്റൊന്ന് റോഡ് സെല്ല്. കോൺ സെല്ല്, റോഡ് സെല്ല്. ഇവർക്ക് വ്യക്തമായ ഫംഗ്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ വ്യക്തമായ ഫങ്ഷണൽ ഡിഫറൻസിയേഷൻ ഉണ്ട്. കോൺ സെൽസ് ഒരാളിനെ വളരെ ബ്രൈറ്റ് ആയിട്ടുള്ള ലൈറ്റിൽ കാണാൻ സഹായിക്കുന്നു. ഭയങ്കര തീവ്രമായ പ്രകാശത്തിൽ കാണാൻ സഹായിക്കുന്നത് കോൺകോശങ്ങളാണ്. കൂടാതെ കോൺകോശത്തിന് ഒരു കാര്യം കൂടെ കോൺകോശം ചെയ്യും, നിറങ്ങൾ തിരിച്ചറിയാൻ സഹായിക്കും. അപ്പൊ ഈ കണ്ണില് നിറങ്ങൾ ഒരാൾക്ക് വേർതിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയ്ക്ക് പറയുന്ന പേര് വർണ്ണാന്ധത എന്നാണ്, കളർ ബ്ലൈൻഡ്നസ്. ചുവപ്പും പച്ചയും നിറങ്ങൾ വേർതിരിച്ചറിയാൻ സാധിക്കാത്ത അവസ്ഥയാണ് വർണ്ണാന്ധത എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതവിടെ പോട്ടെ. നമ്മൾ കോൺസെൽസിന്റെ ഫംഗ്ഷനിലേക്ക് വന്നാൽ, കോൺസെൽസ് നിറങ്ങൾ തിരിച്ചറിയാൻ സഹായിക്കുന്നു. അതുപോലെ തന്നെ മറ്റെന്തിനു സഹായിക്കുന്നു? തീവ്ര പ്രകാശത്തിൽ കാഴ്ചശക്തി നൽകുന്നു. ഇനി നമ്മൾ അടുത്ത സെല്ലിലേക്ക് പോകുന്നു, അതാണ് റോഡ് സെൽ എന്ന് പറയുന്നത്. കോൺ സെല്ലുകൾ നമ്മുടെ കണ്ണിൽ വളരെ കുറവാണ്, റോഡ് സെല്ലുകളാണ് കൂടുതലുള്ളത്. അപ്പൊ റോഡ് സെല്ലിന്റെ ഫംഗ്ഷൻ എന്താണെന്ന് ചോദിച്ചാൽ മങ്ങിയ വെളിച്ചത്തിൽ കാണാൻ സഹായിക്കുന്നു. മങ്ങിയ വെളിച്ചത്തിൽ കാണാൻ സഹായിക്കുന്നു, ഡിം ലൈറ്റ് വിഷൻ തരുന്നു. അതോടൊപ്പം പിന്നെ ചെയ്യുന്ന മറ്റൊരു ഫംഗ്ഷൻ വസ്തുക്കളെ കറുപ്പും വെളുപ്പുമായി കാണാൻ സഹായിക്കുന്നു. അപ്പൊ അതും അവിടെ നിൽക്കട്ടെ. നമ്മൾ റോഡ് സെൽസിന്റെ മങ്ങിയ വെളിച്ചത്തിൽ കാണാൻ സഹായിക്കുന്നു എന്ന് പറയുന്ന ധർമ്മത്തെ ഇങ്ങോട്ട് എടുക്കുക. അപ്പൊ മങ്ങിയ വെളിച്ചത്തിൽ കാണാൻ സഹായിക്കുന്ന കോശം ഏതാണ്? റോഡ് കോശമാണ്. റോഡ് കോശത്തിൽ ഒരു വർണ്ണ വസ്തു അടങ്ങിയിട്ടുണ്ട്. റോഡ് കോശത്തിൽ അടങ്ങിയിരിക്കുന്ന വർണ്ണ വസ്തുവിന്റെ പേരാണ് റോഡോപ്സിൻ. റോഡോപ്സിൻ. ഈ റോഡോപ്സിൻ എന്ന് പറയുന്ന വർണ്ണ വസ്തു വൈറ്റമിൻ എ ഉണ്ടെങ്കിലേ രൂപപ്പെടൂ. വൈറ്റമിൻ എയിൽ നിന്ന് രൂപപ്പെടുന്ന വർണ്ണ വസ്തുവാണ് റോഡോപ്സിൻ. വൈറ്റമിൻ എയിൽ നിന്ന് രൂപപ്പെടുന്ന വർണ്ണ വസ്തുവാണ് റോഡോപ്സിൻ. അപ്പൊ ഈ റോഡോപ്സിൻ രൂപപ്പെടുന്നത് വൈറ്റമിൻ എയിൽ നിന്നാണ്. വൈറ്റമിൻ എയുടെ ഡെഫിഷ്യൻസി ഉണ്ടായാൽ റോഡോപ്സിൻ ഉണ്ടാവില്ല. റോഡോപ്സിൻ ഉണ്ടാവാതിരുന്നാൽ റോഡ് കോശങ്ങൾക്ക് ശരിയായ രീതിയിൽ ധർമ്മം നിർവഹിക്കാൻ സാധ്യമല്ല. അപ്പൊ ഇതിനകത്തുനിന്ന് ഈ രീതിയിലും ചോദ്യം ഉണ്ടാകാം. അപ്പൊ ആദ്യത്തെ രോഗം നമ്മൾ എടുക്കുന്നു, വൈറ്റമിൻ എയുടെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന നേത്ര രോഗമാണ് നിശാന്തത അഥവാ നൈറ്റ് ബ്ലൈൻഡ്നസ്. എന്താണ് നിശാന്തത? അരണ്ട വെളിച്ചത്തിൽ കാണാൻ സാധിക്കാത്ത അവസ്ഥയാണ് നിശാന്തത. ഓക്കെ, അരണ്ട വെളിച്ചത്തിൽ കാഴ്ചശക്തി നൽകുന്ന കണ്ണിലെ കോശം ഏതാണ്? റോഡ് കോശം. റോഡ് കോശത്തിൽ ഒരു വർണ്ണവസ്തു അടങ്ങിയിട്ടുണ്ട്. ഏതാണ് റോഡ് കോശത്തിലെ വർണ്ണവസ്തു? അതാണ് റോഡോപ്സിൻ. ഓക്കെ, റോഡോപ്സിൻ രൂപപ്പെടുന്നത് ഏത് ജീവകത്തിൽ നിന്ന്? വൈറ്റമിൻ എയിൽ നിന്ന്. ഇപ്പൊ മനസ്സിലായില്ലേ വൈറ്റമിൻ എയും നിശാന്തതയും തമ്മിലുള്ള കോറിലേഷൻ ഇതാണ്. ഓക്കെ, ഇനി അടുത്ത രോഗം എടുക്കുക, അതാണ് മാലക്കണ്ണ് എന്ന് പറയുന്ന അസുഖം. മാലക്കണ്ണ് അഥവാ സീറോഫ്താൽമിയ. അതിന്റെ ഇംഗ്ലീഷ് വാക്കിൽ നിന്ന്, മാലക്കണ്ണിന്റെ ഇംഗ്ലീഷ് വാക്കിൽ നിന്ന് നമുക്ക് അതിന്റെ പിന്നീട് എന്താണ് കണ്ണിന് സംഭവിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സീറോഫ്താൽമിയയുടെ ഇംഗ്ലീഷ് വാക്ക് എന്ന് പറയുന്നത് എന്താണ്? ഇംഗ്ലീഷ് വാക്കാണ് സീറോഫ്താൽമിയ, അതിന്റെ മലയാളം മാലക്കണ്ണ് അല്ലെ. അപ്പൊ സീറോഫ്താൽമിയ എന്ന് പറയുന്ന വാക്കെടുക്കുക. സീറോഫ്താൽമിയ, സീറോ XERO എന്ന് പറഞ്ഞാൽ മരുഭൂമി എന്നാണ്. സീറോഫൈറ്റകൾ എന്ന് പറയുന്ന സസ്യങ്ങൾ എവിടെ വളരുന്നതാണ്? കള്ളിച്ചെടി ഒരു സീറോഫൈറ്റയാണ്. അത് വളരുന്നത് മരുഭൂമിയിലാണ്. വെള്ളമില്ലാത്തത്, ഡ്രൈ ആയത് മരുഭൂമി എന്നൊക്കെയാണ് അർത്ഥം. അപ്പൊ നമ്മുടെ കണ്ണിന്റെ ഈർപ്പം നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് സീറോഫ്താൽമിയ. അപ്പൊ കണ്ണിന്റെ ഈർപ്പം നഷ്ടപ്പെടാൻ വൈറ്റമിൻ എയുടെ ഡെഫിഷ്യൻസി കാരണമാകും. കണ്ണിന് ഈർപ്പം വേണം, കണ്ണുനീർ ഗ്രന്ഥികളൊക്കെ അതിനാണ് കണ്ണിൽ വെച്ചേക്കുന്നത്. ഓക്കെ,
അപ്പൊ അങ്ങനെ ഒരുപാട് സംവിധാനങ്ങൾ കണ്ണിന്റെ ഈർപ്പം നിലനിർത്താനായിട്ട് കണ്ണിനകത്തുണ്ട്. അതൊക്കെ ശരിയായ രീതിയിൽ പ്രവർത്തിക്കണമെങ്കിൽ വൈറ്റമിൻ എയുടെ സഹായം വേണം. കണ്ടോ? അപ്പൊ രണ്ടാമത്തെ അസുഖം സീറോഫ്താൽമിയ, ഡ്രൈനെസ് ഓഫ് ഐ, കണ്ണ് ഉണങ്ങിപ്പോവുക അല്ലെങ്കിൽ ഡ്രൈ ആയി പോവുക. മൂന്നാമത്തെ അസുഖത്തിന്റെ പേര് കെരാറ്റോ മലേഷ്യ എന്നാണ്. കെരാറ്റോ മലേഷ്യ. അപ്പൊ കെരാറ്റോ മലേഷ്യ എന്താണ്? ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ കണ്ണിനകത്ത് രശ്മികൾ കടക്കുന്നത് കോർണിയ വഴിയാണ്. അപ്പൊ കോർണിയയിലൂടെ പ്രകാശം അകത്ത് കടക്കണം. ഈ കണ്ണിന്റെ കോർണിയ ഉണങ്ങി അത് കറക്റ്റ് ആയിട്ട് പറഞ്ഞാൽ അത് ഓപ്പേക്ക് ആകും. ഓപ്പേക്ക് എന്ന് പറഞ്ഞാൽ അതാര്യമാകും. കണ്ണിന്റെ കോർണിയ അതാര്യമാകുന്ന രോഗമാണ് എന്തെന്ന് പറയുന്നത്? കെരാറ്റോ മലേഷ്യ. തുടക്കത്തിൽ ചികിത്സിച്ചില്ല എങ്കിൽ പിന്നീട് അത് പെർമനന്റ് ആയിട്ടുള്ള ബ്ലൈൻഡ്നെസ്സിലേക്ക് നയിക്കും. അടുത്തത് ബീറ്റോട്ട് സ്പോട്ട് ആണ്. ബീറ്റോട്ട് സ്പോട്ട് എന്ന് പറഞ്ഞാൽ കണ്ണിനകത്ത് ഒരു പർപ്പിൾ ടു ബ്ലൂയിഷ് കളറിലുള്ള ചെറിയ ചെറിയ സ്പോട്ടുകൾ പോലെ കാണും. അതൊരു അഴുകുന്ന ലേഷൻസ്, ചെറിയ കുരുക്കളാണ്. നമ്മൾ ഈ പൊങ്ങൽ എന്നൊക്കെ പറയുന്ന പോലെ കണ്ണിനകത്ത് വരും. അതിന് ചെറിയൊരു ഡിസ്കളറേഷൻ, ഈ പറഞ്ഞ പോലെ ഒരു കളർ വ്യത്യാസം ഉണ്ടായിരിക്കും. ഇത് പിന്നെ കണ്ണിന്റെ അകത്ത് പടർന്നു പിടിക്കും. പിന്നെ ഇത് എന്തിലേക്ക് നയിക്കും? അന്ധതയിലേക്ക്. അപ്പൊ ഇതാണ് 4 രോഗങ്ങൾ: ബീറ്റോട്ട് സ്പോട്ട്, കെരാട്ടോ മലേഷ്യ, നിശാന്തത, സിറോഫ്താൽമിയ. സിറോഫ്താൽമിയയുടെ മലയാളം മാലക്കണ്ണ്, നിശാന്തതയുടെ മലയാളം നൈറ്റ് ബ്ലൈൻഡ്നെസ്, ബീറ്റോട്ട് സ്പോട്ട് ആൻഡ് കെരാട്ടോ മലേഷ്യ. അങ്ങനെ 4 നേത്ര രോഗങ്ങളാണ് എന്തിന്റെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്നത്? വൈറ്റമിൻ എയുടെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്നത് 4 നേത്ര രോഗങ്ങളാണ്. അതിന്റെ പേരാണ് പറഞ്ഞത് നിശാന്തത. കാരണം എങ്ങനെയാണെന്നുള്ളത് നമുക്ക് മനസ്സിലായി. അരണ്ട വെളിച്ചത്തിൽ കാണാൻ സഹായിക്കുന്ന റോഡ് കോശങ്ങളിലെ റോഡോപ്സിൻ എന്ന് പറയുന്ന പിഗ്മെന്റിന്റെ അപര്യാപ്തത, വൈറ്റമിൻ എയുടെ അപര്യാപ്തത ഉണ്ടായാൽ ഉണ്ടാകും. അടുത്തത് എന്താ പറഞ്ഞത്? സിറോഫ്താൽമിയ. അതിന്റെ അടുത്ത് എന്താ പറഞ്ഞത്? കെരാട്ടോ മലേഷ്യ. സിറോഫ്താൽമിയ എന്താണ്? ഡ്രൈനെസ് ഓഫ് ഐ. കെരാട്ടോ മലേഷ്യ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓപ്പേക്നെസ് ഓഫ് കോർണിയ. അത് ഡ്രൈ ആയിട്ടാണ് എന്താകുന്നത്? ഓപ്പേക്ക് ആകുന്നത്. അടുത്തത് ബീറ്റോട്ട് സ്പോട്ട്. ബീറ്റോട്ട് സ്പോട്ട് എന്ന് പറയുന്നത് കണ്ണിനകത്ത് ഇങ്ങനെ സ്പോട്ട് കണ്ടോ, കണ്ണിനകത്ത് ചെറിയ ചെറിയ കുരുക്കൾ ഉണ്ടായി പിന്നെ വ്രണങ്ങളായി മാറും. അപ്പൊ ഇത്തരത്തിലുള്ള ആരോഗ്യ പ്രശ്നം കേരളത്തിലുണ്ട്. കേരളം ഉൾപ്പെടെയുള്ള പല ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ, കേരള, കർണാടക, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, ഈ സ്ഥലങ്ങളിലെല്ലാം ഇത്തരത്തിലുള്ള അന്ധത ഉണ്ടാകാറുണ്ട്. ഈ തരത്തിലുള്ള ഐ പ്രോബ്ലം കൊണ്ടുള്ള അന്ധത ഉണ്ടാകാറുണ്ട്. ഇത് കൂടുതൽ കണ്ടുവരുന്നത് കുട്ടികളിലാണ്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ICDS പ്രോഗ്രാമുകളിലെ അവരുടെ പ്രോജക്റ്റ് പ്രകാരം കുട്ടികൾക്ക് അംഗനവാടികളിൽ നിന്ന് എന്ത് കൊടുക്കുമെന്നറിയാമോ? വൈറ്റമിൻ എ ടാബ്ലറ്റുകൾ കൊടുക്കും. അത് ഓയിലായിട്ട് വേണമെങ്കിലും കൊടുക്കാം. കാരണം ഈ ടാബ്ലറ്റിനകത്ത് നിറച്ചിരിക്കുന്നത് ഓയിൽസ് ആണ്. വൈറ്റമിൻ എ ഓയിൽ കൊടുക്കാറുണ്ട്. അത് ഇവർക്കൊരു 7 വയസ്സ് വരെയൊക്കെ കൊടുക്കും. 7 വയസ്സ് വരെയൊക്കെയുള്ള കുട്ടികൾക്ക് ഈ ഓയില് കൊടുക്കും. എന്തിനാണ്? ഈ അസുഖങ്ങൾ വരാതിരിക്കാനാണ്. ഇതിന് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ 1970 ഏർപ്പെടുത്തിയ ഒരു ഹെൽത്ത് പ്രോഗ്രാമിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ആ ഹെൽത്ത് പ്രോഗ്രാമിന്റെ പേരാണ് വൈറ്റമിൻ എ പ്രൊഫൈലാക്സിസ് പ്രോഗ്രാം. അപ്പൊ വൈറ്റമിൻ എ പ്രൊഫൈലാക്സിസ് പ്രോഗ്രാം ഇന്ത്യ ഗവൺമെന്റ്, സെൻട്രൽ ഗവൺമെന്റ് 1970 ആരംഭിച്ച ആരോഗ്യ പദ്ധതിയാണ്. നമ്മുടെ ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിന്റെ കീഴിലാണ് വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ അംഗനവാടികൾ വഴിയാണ് ഇത് എന്ത് ചെയ്യുന്നത്? വിതരണം ചെയ്യുന്നത്. അപ്പൊ ആ പ്രോഗ്രാമിന്റെ പേരാണ് വൈറ്റമിൻ എ പ്രൊഫൈലാക്സിസ്. വൈറ്റമിൻ എ പ്രൊഫൈലാക്സിസ് പ്രോഗ്രാം എന്നാണ് ഈ പ്രോഗ്രാമിന്റെ പേര്. ഓക്കെ. അപ്പൊ ഈ 4 രോഗങ്ങളും എന്തിലേക്ക് നയിക്കും? പെർമനന്റ് ആയിട്ടുള്ള അന്ധതയിലേക്ക് നയിക്കും. അത് ഒഴിവാക്കുന്നതിന് വേണ്ടി വൈറ്റമിൻ എ എന്തായിട്ട് കൊടുക്കുന്നു? സപ്ലിമെന്റ് ആയിട്ട് വെളിയിലേക്ക് നിന്ന് കൊടുക്കുന്നു. അങ്ങനെ വൈറ്റമിൻ എ ഓയില് നിർമ്മിക്കുകയാണ് ചെയ്യുന്നത് ഫാക്ടറികളിൽ. ഓക്കെ. ഇനി വൈറ്റമിൻ എ അടങ്ങിയ ഭക്ഷണങ്ങൾ. ഇപ്പൊ ചിലപ്പോ സാധാരണ വളരെ പാവപ്പെട്ട കുട്ടികളൊക്കെ ആകുമ്പോഴത്തേക്ക് ഇത് കുറച്ച് കോസ്റ്റ്ലി അല്ലാത്തൊരു സാധനമുണ്ട്. നമ്മുടെ എല്ലാവരുടെയും വീട്ടുമുറ്റത്ത് നിൽക്കുന്ന മുരിങ്ങ ഇലയെ വെല്ലാൻ വൈറ്റമിൻ എയുടെ മറ്റൊരു സ്രോതസ്സുമില്ല. അത്രയധികം വൈറ്റമിൻ എ അടങ്ങിയിട്ടുള്ളതാണ് മുരിങ്ങ ഇല എന്ന് പറയുന്നത്. ഇലക്കറികളിൽ ചീരയിലുണ്ട്, മുരിങ്ങ ഇലയുണ്ട്. പിന്നെ വരുന്നത് ക്യാരറ്റ് ആണ്. അപ്പൊ ഈ ക്യാരറ്റ് എന്ന് പറയുന്ന വെജിറ്റബിൾ, അതിന്റെ നിറം ഓറഞ്ച് നിറമാണ്. അപ്പൊ ക്യാരറ്റിന്റെ ഓറഞ്ച് നിറത്തിന് കാരണം അതിനകത്ത് അടങ്ങിയിരിക്കുന്ന കരോട്ടിൻ എന്ന് പറയുന്ന വർണ്ണവസ്തുവാണ് കരോട്ടിൻ. അപ്പൊ കരോട്ടിൻ എന്ന് പറഞ്ഞാൽ എക്സാക്ട് ആയിട്ട് പറഞ്ഞാൽ ബീറ്റ കരോട്ടിൻ എന്നാണ് അതിന്റെ പേര്. ബീറ്റ കരോട്ടിൻ. ഈ ബീറ്റ കരോട്ടിൻ എന്ന് പറഞ്ഞാൽ അറിയപ്പെടുന്നത് പ്രോ വൈറ്റമിൻ എ എന്നാണ്. ഞാൻ അതൊന്നും പോയിന്റ് ഒന്നും ഇവിടെ എഴുതിയിട്ടില്ല, അതുകൊണ്ട് നിങ്ങൾ ഒന്ന് എഴുതിയെടുത്താൽ കൊള്ളാം. ബീറ്റ കരോട്ടിൻ പ്രോ വൈറ്റമിൻ എ എന്ന് അറിയപ്പെടുന്നു കേട്ടോ.
കരോട്ടിൻ എ, പ്രോ വൈറ്റമിൻ എ എന്നറിയപ്പെടുന്നു. എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ ഇത് വൈറ്റമിന്റെ ആദ്യ രൂപമാണ്. വൈറ്റമിൻ എയുടെ ഫസ്റ്റ് ഫോം ആണ് ബീറ്റ കരോട്ടിൻ. ബീറ്റ കരോട്ടിൻ നമ്മുടെ ഉള്ളിൽ വന്നാൽ അത് വൈറ്റമിൻ എ ആയി മാറും. അപ്പൊ വൈറ്റമിൻ എയുടെ റിച്ചസ്റ്റ് സോഴ്സുകളിൽ ഒന്ന് എന്ന് പറയാം എന്തിനെ? ക്യാരറ്റിനെ. ക്യാരറ്റ് നിത്യവും കഴിച്ചു കഴിഞ്ഞാൽ കണ്ണിനൊന്നും ഒരു പ്രോബ്ലം ഉണ്ടാവില്ല എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അപ്പൊ ബീറ്റ കരോട്ടിൻ അടങ്ങിയിട്ടുള്ള ക്യാരറ്റ്, അതുപോലെ പപ്പായ. പപ്പായയുടെ നിറം മഞ്ഞയും ഓറഞ്ചും ഒക്കെ കളറാണ്, അപ്പൊ അതിനകത്തുണ്ട് കരോട്ടിൻ. അതുപോലെ മാങ്ങ, ഈ ഓറഞ്ച് യെല്ലോ കളറിലുള്ള എല്ലാ ഫ്രൂട്ട്സിനകത്തും വൈറ്റമിൻ എ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കാം. മുരിങ്ങയില, ചീര മുതലായ ഇലക്കറികളിലുണ്ട്. ഏറ്റവും നല്ല സ്രോതസ്സാണ് മുരിങ്ങയില എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് വൈറ്റമിൻ എ. അപ്പൊ വൈറ്റമിൻ എയെ കുറിച്ച് നമ്മൾ എന്തൊക്കെ പഠിച്ചു? വൈറ്റമിൻ എയുടെ ശാസ്ത്രീയ നാമം റെറ്റിനോൾ. വൈറ്റമിൻ എയുടെ ഫംഗ്ഷൻ കണ്ണിന്റെ ആരോഗ്യത്തിനും ത്വക്കിന്റെ ആരോഗ്യത്തിനും ആവശ്യമാണ്. വൈറ്റമിൻ എയുടെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന നേത്രരോഗങ്ങൾ, നിശാന്തത, മാലക്കണ്ണ്, കെരാട്ടോമലേഷ്യ, ബീറ്റോട്ട് സ്പോട്ട്. ഓക്കെ, പിന്നെന്താണ്? നമ്മൾ ആ ഓരോ രോഗത്തിന്റെയും സവിശേഷതകൾ ഇനി ഞാൻ പറയേണ്ട ആവശ്യമില്ല, അത്രയധികം ഡീപ്പായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. സവിശേഷതകൾ നമ്മൾ കണ്ടു. പിന്നെ ഇതിന്റെ സ്രോതസ്സുകൾ നമ്മൾ മനസ്സിലാക്കി. സ്രോതസ്സുകൾ മുരിങ്ങയില, ചീരയില, ക്യാരറ്റ്, പപ്പായ, മാങ്ങ തുടങ്ങിയ യെല്ലോ കളറിലുള്ള അല്ലെങ്കിൽ ഓറഞ്ച് കളറിലുള്ള പഴങ്ങളിലും ഇലക്കറികളിലും വൈറ്റമിൻ എ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. ഓക്കെ, ഇതൊരു കൊഴുപ്പിൽ ലയിക്കുന്ന ജീവകമാണ് വൈറ്റമിൻ എ എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് വൈറ്റമിൻ എ. ഓക്കെ ആണല്ലോ? ഇത്രയും ചോദ്യങ്ങൾ എവിടെ ചോദിക്കാം? വൈറ്റമിൻ എയിൽ ചോദിക്കാം. ഇനി നമ്മൾ അടുത്ത് പോകുന്നത് വൈറ്റമിൻ ഡി. രണ്ടാമത്തേതാണ് വൈറ്റമിൻ ഡി. വൈറ്റമിൻ ഡിയുടെ ശാസ്ത്രീയ നാമമാണ് കാൽസിഫെറോൾ. വൈറ്റമിൻ ഡിയുടെ ശാസ്ത്രീയ നാമം എന്താണ്? കാൽസിഫെറോൾ. ആ കാൽസിഫെറോൾ എന്ന് പറയുന്ന ശാസ്ത്രീയ നാമത്തിനകത്ത് ഏകദേശം അതിന്റെ ധർമ്മവും അടങ്ങിയിട്ടുണ്ട്. കാൽഷ്യം, കാൽഷ്യം, കാൽഷ്യത്തിന്റെ ഉപാപചയം. നമുക്കറിയാം നമ്മുടെ ശരീരത്തിന് കാൽഷ്യം ഏറ്റവും കൂടുതൽ വേണ്ട ഒരു ഭാഗമുണ്ട്, അത് അസ്ഥിയാണ്. അസ്ഥികളും പല്ലും നല്ല ബലമാണ് അല്ലെ? ഒരാൾ മരിച്ച് അയാളുടെ ഡെഡ് ബോഡി എത്ര വർഷം കിടന്നാലും ഡെഡ് ബോഡി എല്ലാം പോയാലും അതിനകത്ത് നിന്ന് എന്ത് കിട്ടും? അസ്ഥികൾ കിട്ടും. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? അസ്ഥികൾ ഡീക്കേ ആകാൻ അത്രയധികം വർഷങ്ങൾ എടുക്കും, ഒരുപാട് വർഷം എടുക്കും അസ്ഥികൾ ദ്രവിക്കാനായിട്ട്. അപ്പൊ ആ കത്തിച്ചാൽ കൂടെ കരിഞ്ഞ് കഷ്ണമായിട്ട് കിടക്കുന്ന ഒരു സാധനമാണ് അസ്ഥി, അത്രയ്ക്ക് കട്ടിയുണ്ട്. അപ്പൊ ഈ അസ്ഥികളില് പിന്നീട് കാൽഷ്യവും ഫോസ്ഫറസും അടങ്ങിയിട്ടുണ്ട്. അതാണ് അസ്ഥികളുടെ കാഠിന്യത്തിന് കാരണം. കാൽഷ്യം കുറഞ്ഞാൽ അസ്ഥികൾ സോഫ്റ്റ് ആയി പോകും. ഈ അസ്ഥികളില് കാൽഷ്യം ഡെപ്പോസിറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ജീവകമാണ് വൈറ്റമിൻ ഡി. അപ്പൊ കാൽഷ്യം ഇരിക്കേണ്ട സ്ഥലം അസ്ഥികളാണ്. അസ്ഥികളിൽ കാൽഷ്യം ഡെപ്പോസിറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ജീവകമാണ് വൈറ്റമിൻ ഡി. വൈറ്റമിൻ ഡിയുടെ കുറവുണ്ടായാൽ അസ്ഥികളിൽ ആവശ്യത്തിന് കാൽഷ്യം കിട്ടാത്തൊരവസ്ഥ വരും. രക്തത്തിൽ കാൽഷ്യം കാണും. കാരണം നമ്മൾ പാല് കുടിക്കുമ്പോഴും ചില വെജിറ്റബിൾസ്, ഉദാഹരണം പറഞ്ഞാല് പിന്നീട് തക്കാളി, അതുപോലെ വെണ്ടയ്ക്ക, ഇതൊക്കെ നമ്മൾ കഴിക്കുമ്പോൾ ഇഷ്ടം പോലെ കാൽഷ്യം നമ്മുടെ രക്തത്തിലേക്ക് വരും. ആ ആഹാരം ദഹിച്ച കാൽഷ്യം ബ്ലഡിൽ വരും. അപ്പൊ ഈ കാൽഷ്യം മുഴുവൻ ഇരിക്കേണ്ട ഒരു സ്ഥലം നമ്മുടെ ബോൺസ് ആണ്. ബോൺസുകളിൽ കാൽഷ്യം ഡെപ്പോസിറ്റ് ചെയ്യിപ്പിക്കുക എന്നതാണ് ആരുടെ ജോലി? വൈറ്റമിൻ ഡിയുടെ ജോലി. ഇനി നമുക്ക് അവ ആ ഫംഗ്ഷൻ മനസ്സിലായി. എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിന് ആവശ്യമാണ്. ഇനി വൈറ്റമിൻ ഡിയുടെ അപര്യാപ്തത കൊണ്ടുണ്ടാകുന്ന രോഗങ്ങളൊന്ന് നോക്കാം. വൈറ്റമിൻ ഡിയുടെ അപര്യാപ്തത മൂലം കുട്ടികളിൽ ഉണ്ടാകുന്ന രോഗത്തിന്റെ പേരാണ് കണ. കണയുടെ ഇംഗ്ലീഷ് വാക്കാണ് റിക്കറ്റ്സ് എന്ന് പറയുന്നത്. റിക്കറ്റ്സ് അഥവാ കണ. നമ്മൾ ചിലപ്പോൾ പറയും കണ ബാധിച്ച കുട്ടികൾ പോലെ ഇരിക്കുന്നു. അതായത് ഏകദേശം തേമ്പിയ കാലും കയ്യും ഒക്കെ ആയിരിക്കും. കാരണം ഈ അസ്ഥികൾ വളരെ ശോഷിച്ചു പോകും. അപ്പൊ അങ്ങനെ അസ്ഥികൾക്ക് ബലമില്ലാതെ വരുമ്പോഴത്തേക്ക് മുട്ടിന് താഴ്ഭാഗം വെച്ച് അസ്ഥികള് ഒരു വില്ല് പോലെ വളഞ്ഞ്, ബോ ലെഗ് എന്നാണ് പറയുന്നത്. ബോ ലെഗ്, വില്ല് പോലെ വളഞ്ഞ കാല്. കാരണം ശരീരത്തിന്റെ ഭാരം താങ്ങേണ്ടത് കാലുകളാണ്. അപ്പൊ ആ കാലുകൾക്ക് ബലമില്ല എങ്കിൽ നമുക്ക് ശരിക്കും നിൽക്കാനോ നടക്കാനോ പറ്റാത്തൊരവസ്ഥ വരും. ബോഡി വെയിറ്റ് ഓവർ ആവുന്ന സമയത്ത് ആ ഒരു വലിയ പ്രോബ്ലം ഉണ്ടാവും. അപ്പൊ ഇവിടെ എല്ലുകൾക്ക് ബലമില്ലാത്തതുകൊണ്ട് കാലിങ്ങനെ വില്ല് പോലെ വളയും. അതിനുശേഷം വയറുന്തും, നെഞ്ച് കൂടുകെട്ടും. ഇതാണ് 3 സിംറ്റംസ് പറയുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ ഉള്ള ഒരു അവസ്ഥ, ആ രോഗമാണ് കണ എന്ന് പറയുന്നത്. ഇത് കുട്ടികളിൽ കാണപ്പെടുന്ന രോഗം. വൈറ്റമിൻ ഡിയുടെ കുറവ് മൂലം കുട്ടികളിൽ ഉണ്ടാകുന്ന രോഗമാണ് കണ. ഇനി മുതിർന്ന ആളുകൾക്കാണ് വൈറ്റമിൻ ഡിയുടെ അപര്യാപ്തത ഉണ്ടാകുന്നതെങ്കിൽ അവർക്കുണ്ടാകുന്ന രോഗത്തിന്റെ പേര് ഓസ്റ്റിയോമലേഷ്യ എന്നാണ്. എന്താ പേര്? ഓസ്റ്റിയോമലേഷ്യ. ഓസ്റ്റിയോമലേഷ്യ. കുട്ടികളിൽ കാണപ്പെടുന്ന രോഗം കണ അഥവാ റിക്കറ്റ്സ്. റിക്കറ്റ്സ്. മുതിർന്നവരിൽ കാണപ്പെടുന്ന രോഗമാണ് ഓസ്റ്റിയോമലേഷ്യ. ഓസ്റ്റിയോമലേഷ്യ എന്ന വാക്കിന്റെ അർത്ഥം സോഫ്റ്റ് ബോൺ എന്നാണ്. ഓസ്റ്റിയോ എന്ന് പറഞ്ഞാൽ ബോൺ ആണ്. മലേഷ്യ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള പഞ്ഞി പോലെ ഇരിക്കുന്ന അസ്ഥി എന്നാണ് അതിന്റെ അർത്ഥം.
അപ്പൊ എവിടെയെങ്കിലും ഒരു ചെറിയ തട്ടലോ മുട്ടലോ ഒക്കെ കിട്ടിയാൽ അസ്ഥികൾ പല ഭാഗങ്ങളിൽ വെച്ച് ഒടിഞ്ഞു പോകും. അത്ര അപകടാവസ്ഥകാരമായ ഒരു അവസ്ഥയാണ് ഓസ്റ്റിയോമലേഷ്യ എന്ന് പറയുന്നത്. അപ്പൊ കുട്ടികളിൽ കണയും മുതിർന്നവരിൽ ഓസ്റ്റിയോമലേഷ്യ എന്ന് പറയുന്ന രോഗാവസ്ഥയും വൈറ്റമിൻ ഡിയുടെ അപര്യാപ്തത കൊണ്ട് ഉണ്ടാകാം. ഇനി നമുക്ക് വൈറ്റമിൻ ഡിയുടെ ചില സവിശേഷതകളും സ്രോതസ്സുകളും നോക്കാം. വൈറ്റമിൻ ഡി കുറയുന്നു എന്ന് വിചാരിച്ച് നമ്മൾ ആരും വിഷമിക്കേണ്ട ആവശ്യമില്ല. വൈറ്റമിൻ ഡി അസ്ഥികൾക്ക് ആവശ്യമുണ്ട് എന്നതുപോലെ തന്നെ ഈ ഓരോ വൈറ്റമിനും രോഗപ്രതിരോധ ശേഷി തരുന്നുണ്ട്. ഇപ്പൊ കോവിഡ് വന്ന സമയത്ത് തുടക്കത്തിൽ ഡോക്ടേഴ്സ് അഡ്വൈസ് ചെയ്തിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത്, അതിപ്പോ പറയുന്നില്ല, പക്ഷെ മുമ്പ് അങ്ങനെ ഒരു അവയർനെസ് കൊടുത്തുകൊണ്ടാണ് പറയുന്നത്, വൈറ്റമിൻ സി ആൻഡ് വൈറ്റമിൻ ഡി വളരെ അത്യന്താപേക്ഷിതമാണ് ഇതിനെ പ്രതിരോധിക്കാൻ, കോവിഡിനെ പ്രതിരോധിക്കാൻ. ഇപ്പൊ ഒരു പ്രത്യേക വൈറസ് അല്ല, ഈ വൈറസിനെ പ്രതിരോധിക്കാൻ ശരീരത്തിന് രോഗപ്രതിരോധം വേണം. നമ്മുടെ രോഗപ്രതിരോധ ശേഷി കൂട്ടുന്ന ജീവകങ്ങൾ 2 ജീവകങ്ങളാണ് ഞാൻ ഈ പറഞ്ഞ സി ആൻഡ് ഡി. ഞാനല്ല പറഞ്ഞത്, അതിപ്പോ അതിനെക്കുറിച്ച് ശാസ്ത്രീയമായി അറിയാവുന്നവര് അഡ്വൈസ് ചെയ്തിട്ടുണ്ട് ഇത് രണ്ടും കഴിക്കണമെന്ന്. അപ്പൊ നമ്മൾ എല്ലാവരും അന്ന് മെഡിക്കൽ സ്റ്റോറിലേക്ക് ഓടിപ്പോയി. സത്യം പറഞ്ഞ മെഡിക്കൽ ഷോപ്പിലൊന്നും അവസാനം ഈ വൈറ്റമിൻസ് അവൈലബിൾ അല്ലാത്ത അവസ്ഥ വന്ന് ആളുകൾ വാങ്ങിച്ച് സ്റ്റോക്ക് ചെയ്യാൻ തുടങ്ങി. അധികം കഴിക്കാൻ പാടില്ല. അപ്പോ അതിനകത്ത് വൈറ്റമിൻ ഡി കഴിക്കാൻ ഡോക്ടേഴ്സ് പറയുന്നത് എപ്പോഴാണെന്നറിയാമോ? നിങ്ങൾ വെയിലാണ് ആദ്യം കൊള്ളേണ്ടത്. ഭക്ഷണം കഴിക്കണം, വെയിൽ കൊള്ളണം. ഇത് രണ്ടും നിങ്ങൾക്ക് പറ്റിയില്ല എങ്കിൽ മാത്രമാണ് അതർ സോഴ്സ് ആയിട്ട് നമ്മൾ ഈ റെഡിമെയ്ഡ് ആയിട്ട് വൈറ്റമിൻ ഡിയുടെ ടാബ്ലറ്റ് കഴിക്കേണ്ടത്. നമ്മൾ ആദ്യം അത് അന്വേഷിക്കും. അതായത് അത് കിട്ടണമെങ്കിൽ പിന്നെ വലിയ ബുദ്ധിമുട്ടില്ലല്ലോ. അങ്ങനെയല്ല ചിന്തിക്കേണ്ടത്. ആദ്യം പ്രകൃതിയിൽ നിന്ന് കിട്ടുന്നതിനെയാണ് സ്വീകരിക്കേണ്ടത്. അപ്പൊ പ്രകൃതിയിൽ നിന്ന് കിട്ടുക എന്ന് പറഞ്ഞാൽ നോർമലി വെയിൽ കൊള്ളുക എന്നാണ് അതിന്റെ അർത്ഥം, അല്ലെ? അപ്പൊ വെയിൽ കൊള്ളുക ആഹാരത്തിൽ നിന്ന് കിട്ടാം. പക്ഷെ ഏറ്റവും ചീപ്പായിട്ട് നമുക്ക് കിട്ടുന്നത് സൂര്യൻ തരുന്ന ആ ഒരു ഇതാണ്. അപ്പൊ നമ്മള് ഒരു 11 മണി വരെയുള്ള വെയിലേ കൊള്ളാവും. അതിനുശേഷം വെയിൽ കൊണ്ടാൽ മറ്റു ചില ആരോഗ്യ പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടാകും. അതുകൊണ്ട് ഒരു 11 o'clock, പിന്നെ ഒരു 3 മണിക്ക് ശേഷം ഒരു 2:45 കഴിയണം. കഴിഞ്ഞതിന് ശേഷം കുറച്ച് സമയം, അരമണിക്കൂർ കൊണ്ടാൽ മതി. കൊണ്ടാൽ ഈ വൈറ്റമിൻ നമ്മുടെ ശരീരത്തിൽ സ്വയം നിർമ്മിക്കപ്പെടും. അപ്പൊ അതുകൊണ്ട് ഈ ജീവകത്തിനെ സൺഷൈൻ വൈറ്റമിൻ, ജനറലി വൈറ്റമിൻ ഡിയെ സൺഷൈൻ വൈറ്റമിൻ എന്ന് പറയാം. ഇനി അതിന്റെ ഒരു ചെറിയ ക്ലാസിഫിക്കേഷൻ ഉണ്ട്, അതും കൂടെ ഞാൻ പറഞ്ഞുതരാം. സൺഷൈൻ വൈറ്റമിൻ എന്ന് പറഞ്ഞാൽ സൂര്യപ്രകാശത്തിന്റെ സഹായത്തോടു കൂടി നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ജീവകം. ഇപ്പൊ നമ്മൾ ചിലപ്പോൾ ചിലർ തെറ്റിദ്ധരിക്കും സൂര്യപ്രകാശത്തിൽ വൈറ്റമിൻ ഡി ഉണ്ടെന്ന്. ഒരിക്കലുമില്ല. സൂര്യപ്രകാശത്തിൽ രശ്മികളെ ഉള്ളൂ. അപ്പൊ സൂര്യപ്രകാശത്തിലെ വേവ് ലെങ്ത് കുറഞ്ഞ, തരംഗദൈർഘ്യം കുറഞ്ഞ ഒരു സൂര്യരശ്മിയാണ് അൾട്രാവയലറ്റ്. നമുക്കറിയാം അൾട്രാവയലറ്റ് റേഡിയേഷൻ അപകടകാരിയാണ്. എന്തുകൊണ്ട് അൾട്രാവയലറ്റ് റേഡിയേഷൻ അപകടകാരിയാകുന്നു? അത് നമ്മുടെ ശരീരത്തിലേക്ക് തുളച്ചു കയറും ഒരു പിനട്രേറ്റിംഗ് പവർ ഉണ്ട്. തുളച്ചു കയറുന്നതുകൊണ്ടാണ് അത് അപകടകാരിയാവുന്നത്. അപ്പൊ തുളച്ചു കയറിയിട്ട് ഇത് ചിലപ്പോൾ സ്കിൻ ക്യാൻസർ ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്നാലും അതിന്റെ ഒരു പോസിറ്റീവ് സൈഡാണ് നമ്മൾ ഇപ്പൊ ഡിസ്കസ് ചെയ്യുന്നത്. തരംഗദൈർഘ്യം കുറയുമ്പോൾ അതിന് നല്ല ബലം ഉണ്ടാവും, അതായത് ശക്തി കൂടും, ഫ്രീക്വൻസി കൂടും. അപ്പൊ ഈ റേഡിയേഷൻ നമ്മുടെ സ്കിന്നിന്റെ ശരീരത്തിലേക്ക് തുളച്ചു കയറി ചർമ്മത്തിന്റെ നേരെ അടിയിൽ ഒരു ലെയർ ഓഫ് ടിഷ്യൂ ഉണ്ട്. അതിന്റെ പേരാണ് ആഡിപ്പോസ് കല എന്ന്. ഈ ആഡിപ്പോസ് കലകൾക്കകത്ത് ഒരു ഫാറ്റ് സ്റ്റോറേജ് ഉണ്ട്. ഫാറ്റ് എന്ന് പറഞ്ഞാൽ കൊളസ്ട്രോൾ ആണ്. അപ്പൊ നമ്മുടെ ശരീരത്തിലെ കൊളസ്ട്രോൾ അഥവാ പിന്നീട് കൊഴുപ്പ് സൂര്യപ്രകാശത്തിലെ അൾട്രാവയലറ്റ് റേഡിയേഷൻ തട്ടുമ്പോൾ വൈറ്റമിൻ ഡി ആയി മാറും. ആ വൈറ്റമിൻ ഡി എന്ന് പറയുമ്പോൾ അത് വൈറ്റമിൻ D3 ആണ്. വൈറ്റമിൻ D3യുടെ ശാസ്ത്രീയ നാമം എന്ന് പറയുന്നത് പോളികാൽസിഫെറോൾ എന്നാണ്. വൈറ്റമിൻ ഡി 2 രൂപത്തിലാണ് നമുക്ക് ആവശ്യമുള്ളത്, അല്ലെങ്കിൽ നമ്മുടെ ബോഡിയിലുള്ളത്. വൈറ്റമിൻ D2 ആൻഡ് വൈറ്റമിൻ D3. വൈറ്റമിൻ D2 എന്ന് പറയുമ്പോൾ എർഗോ കാൽസിഫെറോളും വൈറ്റമിൻ D3 എന്ന് പറയുമ്പോൾ പോളികാൽസിഫെറോളുമാണ്. ഈ പോളികാൽസിഫെറോൾ ആണ് സൂര്യപ്രകാശം തട്ടുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്നത്. അപ്പൊ നമ്മുടെ ശരീരത്തിലെ കൊഴുപ്പാണ് വൈറ്റമിൻ ഡി ആയി കൺവേർട്ട് ചെയ്യുന്നത്. കൊഴുപ്പിനെ വൈറ്റമിൻ ഡി ആയി കൺവേർട്ട് ചെയ്യണമെങ്കിൽ അവിടെ ഒരു എനർജിയുടെ ആവശ്യമുണ്ട്. ആ എനർജിയാണ് ആര് തരുന്നത്? അൾട്രാവയലറ്റ് റേഡിയേഷൻ തരുന്നത്. അപ്പൊ സൂര്യന്റെ അൾട്രാവയലറ്റ് രശ്മികളുടെ സഹായത്തോടുകൂടി നമ്മുടെ ശരീരത്തിനടിയിൽ സംഭരിച്ചിരിക്കുന്ന കൊഴുപ്പ് ഏത് രൂപത്തിലേക്ക് മാറുന്നു? ജീവകം D3 ആയി മാറുന്നു. ജീവകം D3യുടെ ശാസ്ത്രീയ നാമം എന്താണ്? പോളികാൽസിഫെറോൾ. 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 പിന്നെ D2 ഒരെണ്ണം ഞാൻ പറഞ്ഞു, അതെന്താണ്? എർഗോ കാൽസിഫെറോൾ. അങ്ങനെ 2 രൂപത്തിലാണ് വൈറ്റമിൻ ഡി നമുക്ക് ആവശ്യമുള്ളത്. അപ്പൊ സൂര്യപ്രകാശത്തിന്റെ സഹായത്തോടു കൂടി നിർമ്മിക്കുന്നത് കൊണ്ട് സൺഷൈൻ വൈറ്റമിൻ എന്ന് പറയുന്നു. ഇനി ഇതിന്റെ ഏറ്റവും റിച്ചസ്റ്റ് ആയിട്ടുള്ള ഫുഡ് സോഴ്സ് ഏതാണെന്ന് ചോദിച്ചാൽ മീനും മീനെണ്ണയുമാണ്. അപ്പൊ മീനെണ്ണ എന്ന് പറയുമ്പോൾ ഫിഷിന്റെ ലിവറിൽ നിന്നാണ് എടുക്കുന്നത്. കോഡ് ലിവർ ഓയിൽ ഏറ്റവും റിച്ചസ്റ്റ് സോഴ്സ് ആണ്. ഫിഷ് ലിവർ ഓയിൽ നമുക്ക് പറയാം. മീനെണ്ണ വല്ലാത്ത സ്മെല്ല്, ഭയങ്കര മീനിനെ പോലത്തെ സ്മെല്ലുമല്ല, അയ്യോ അതിരൂക്ഷമായ ഒരു ഗന്ധമാണ്. പക്ഷേ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉള്ളവർ ഇത് കഴിക്കണം. മീനെണ്ണ
ഈ ടാബ്ലറ്റ് ആയിട്ട് കിട്ടും. ഒരു ഗോൾഡൻ കളറിലുള്ള ടാബ്ലറ്റ് ആയിരിക്കും. അതിനകത്ത് കുത്തിപ്പൊട്ടിച്ചാൽ ഓയിലാണ് വരിക. അതായത് ഫിഷിന്റെ ലിവറിൽ നിന്ന് എടുത്തേക്കുന്ന ഓയിലാണ് അതിനകത്ത് ഫില്ല് ചെയ്തിരിക്കുന്നത്. അത്രയധികം ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ അത് കഴിക്കുക. അതല്ലെങ്കിൽ നമ്മൾ മീൻ കഴിക്കുക, ഇപ്പൊ ഇറച്ചി കഴിക്കുക. ഇറച്ചിയില് കരളിനകത്താണ് ഏറ്റവും കൂടുതൽ വൈറ്റമിൻ ഡി ഉള്ളത്. ബീഫിന്റെ ആയാലും ചിക്കന്റെ ഒക്കെ ആയാലും ലിവറിനകത്തുണ്ട്. പക്ഷേ ലിവർ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ കഴിക്കുക എന്ന് പറയുന്നത് അത് അഡ്വൈസബിൾ അല്ല, അല്ലെങ്കിൽ അത് നമുക്ക് പറ്റുന്ന ഒരു സാധനമല്ല. കഴിയുന്നത്ര കരൾ കഴിക്കാതിരിക്കണം ഹെൽത്ത് വൈസ്. അപ്പൊ നമുക്ക് വൈറ്റമിൻ ഡിയുടെ സ്രോതസ് പറഞ്ഞാൽ കരളുണ്ടെന്ന് പറയാം. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ നമ്മൾ വളർത്തുന്ന മൃഗങ്ങൾക്ക് എല്ലാവർക്കും നാച്ചുറൽ ആയിട്ടുള്ള ഫുഡ് അല്ല കൊടുക്കുന്നത്. നമുക്ക് എപ്പോഴും ഭയങ്കര മണി മൈൻഡഡ് ആണ്. പെട്ടെന്ന് നമുക്ക് എക്കണോമിക് ഗ്രോത്ത് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ സർവ്വ രീതിയിൽ മാനിപ്പുലേഷൻ ചെയ്യും. അപ്പൊ ഇതിനൊക്കെ പെട്ടെന്ന് ഈ കാലിത്തീറ്റയും കോഴിത്തീറ്റയും ഒക്കെ കൊടുക്കും. ഇതിനകത്ത് ഇതിന്റെ പെട്ടെന്ന് വളർച്ചയ്ക്കും വികാസത്തിനുമായിട്ടുള്ള ചില കാര്യങ്ങൾ ചേർത്തേക്കും. അപ്പൊ അത് പലതും നമുക്ക് നല്ലതല്ല. ചില ഹോർമോണുകൾ ഉണ്ടാവും, എൻസൈംസ് ഉണ്ടാകും, പിന്നെ വേറെ രോഗം വരാതിരിക്കാനായിട്ടുള്ള ആന്റിബയോട്ടിക്സ് കൊടുക്കലും, അങ്ങനെ പല സംഗതികൾ ഇപ്പൊ ഭക്ഷണത്തിൽ കൂടെ മാത്രമല്ല അല്ലാത്ത രീതിയിലും ഒക്കെ ഇതിന് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഈ കഴിക്കുന്നത് മുഴുവൻ എന്താണ്? വിഷമാണ്. ഒരു അർത്ഥത്തിൽ പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിനൊന്നും പലപ്പോഴും യോജിക്കാത്ത തരത്തിലുള്ള സാധനങ്ങളാണ് ഇതിനകത്തൊക്കെ ഉള്ളത്. അത് ആനിമലിന് പോലും നല്ലതല്ല. അപ്പൊ പെട്ടെന്ന് ഗ്രോത്ത് ഉണ്ടാവുകയും നമുക്ക് ഈൽഡ് കൂടുകയൊക്കെ ചെയ്യും. നമ്മൾക്ക് അറിയാം നമ്മുടെ കരളിന്റെ ഫംഗ്ഷൻ എന്താണെന്ന്. നമ്മുടെ ശരീരത്തിനകത്ത് ഒരു വിഷവസ്തു കടന്നു കഴിഞ്ഞാൽ ആ വിഷവസ്തുവിനെ നിർവീര്യമാക്കുന്ന ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് അവയവമാണ് കരൾ എന്ന് പറയുന്നത്. നമ്മുടെ കരളാണെങ്കിലും അങ്ങനെ തന്നെ. ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇപ്പൊ പലപ്പോഴും നമ്മൾ ആളുകൾ മരിക്കുമ്പോൾ അത് VIP ഒക്കെ ആണെങ്കിലാണ് രോഗം എന്താണെന്നുള്ളത് പുറത്തേക്ക് വരുന്നത്. അപ്പൊ കരൾ രോഗമായിരുന്നു, സിറോസിസ് ആയിരുന്നു, കരളിൽ ക്യാൻസർ ആയിരുന്നു, അല്ലെങ്കിൽ കരളിൽ അതാണ് ഇതാണെന്നൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. എന്തുകൊണ്ടാണ്? ആ ഭക്ഷണം, ആധുനിക ഭക്ഷണ രീതി നമ്മുടെ കരളിനെ നശിപ്പിക്കും. കരൾ എന്ന് പറഞ്ഞാൽ കരളിന്റെ ജോലി അതാണ്. ആ പാവം എന്ത് വിഷം കിട്ടിയാലും ഉടൻ തന്നെ വലിച്ചെടുക്കും. ഇപ്പൊ ആൽക്കഹോളിക് ആയിട്ടുള്ള ഒരാള്, അയാൾക്ക് സിറോസിസ് വരുന്നതിനുള്ള കാരണം എന്താണ്? ഈ ആൽക്കഹോൾ രക്തത്തിൽ കലർന്ന് മറ്റ് അവയവങ്ങളിൽ എത്തിയാൽ അത് അവയവങ്ങളെ നശിപ്പിക്കും. അതുകൊണ്ട് കരൾ എന്ത് ചെയ്യും? അതിനെ വലിച്ചെടുക്കും. വലിച്ചെടുത്തിട്ട് ഡൈജസ്റ്റീവ് ട്രാക്ട് വഴിയാണ് കൂടുതൽ കരള് വിഷാംശങ്ങൾ പുറന്തള്ളുന്നത്. മലത്തിലൂടെയാണ്. ഡൈജസ്റ്റീവ് ട്രാക്റ്റുമായിട്ട് അതിന് ബന്ധമുണ്ട്. അപ്പൊ ആ രീതിയിൽ അനിമൽസിന്റെ ബോഡിയിൽ ഉണ്ടാകുന്ന വിഷവസ്തുക്കളെയും എന്ത് വലിച്ചെടുക്കും? കരള്. അപ്പൊ അതുകൊണ്ട് കരള് കഴിക്കുന്നത് നല്ലതല്ല. അതിന് കൊടുത്തിരിക്കുന്ന അല്ലെങ്കിൽ ആനിമലിന്റെ ഉള്ളിലേക്ക് പോയ വിഷത്തിന്റെ നല്ലൊരു അംശം എവിടെ ഉണ്ടാവും? കരളിലുണ്ടാവും. ഓക്കെ, എനിവേ ഇവിടെ നമ്മള് അപ്പൊ അതിന്റെ ആരോഗ്യം ഞാൻ പറഞ്ഞ കരള് നല്ലതാണ്, വൈറ്റമിൻ എയുടെ സോഴ്സ് ആണ്. അപ്പൊ നമ്മൾ വിചാരിക്കും, നിങ്ങൾ ചിലപ്പോൾ വിചാരിക്കും കരള് കുറച്ച് കഴിച്ചാലോ. കഴിക്കാൻ ഇഷ്ടമുള്ളവരുണ്ട്, ചിലർക്ക് ഒട്ടും ഇഷ്ടമല്ല. എനിക്ക് ഇഷ്ടമില്ലാത്ത കൂട്ടത്തിലാണ്. ഒരു വല്ലാത്ത ഒരു സ്മെല്ലൊക്കെയാണ് അതിനുള്ളത്. പണ്ടേ കഴിക്കില്ല, ഇപ്പൊ പിന്നെ ഒട്ടും കഴിക്കില്ല. അപ്പൊ കഴിയുന്നത്രയും വെജാണ് കഴിക്കാൻ നല്ലത്. പിന്നെ ഇപ്പൊ നമ്മൾ ഈ ഒരു സോഴ്സ് ഒക്കെ പറയുമ്പോൾ അനിമൽ സോഴ്സ് റിച്ചസ്റ്റ് സോഴ്സ് ആണ് കേട്ടോ. ഇതിന്റെ ഒക്കെ തന്നെ പലതിന്റെയും പ്ലാന്റ്സും ഉണ്ട്, അനിമൽസും ഉണ്ട്. അപ്പോ ഈ പറഞ്ഞ സഹായത്തിലൊക്കെ ഉണ്ട്. മീനെണ്ണ, ഇറച്ചി, കരൾ എന്നൊക്കെ ഞാൻ എഴുതിയിട്ടുണ്ട്. കരളിന്റെ അവസ്ഥ എന്ന് പറയുന്നത് ഇതാണ്. കരള് വൈറ്റമിൻ എയുടെ സ്രോതസ് ആണെങ്കിൽ കൂടി ഈ ഒരു നമ്മൾ ജീവിക്കുന്ന കാലഘട്ടത്തിൽ ലിവർ അത്ര നല്ലതല്ല, ഹെൽത്തിന് നല്ലതല്ല. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് വൈറ്റമിൻ D3യുടെ സ്രോതസ്, അല്ലെങ്കിൽ ഡിയുടെ സ്രോതസ്സുകൾ. D3യുടെ സ്രോതസ് എന്ന് പറയാൻ പറ്റില്ല, വൈറ്റമിൻ ഡിയുടെ സ്രോതസ്സുകളാണ് കേട്ടോ. ഇനി D3 സൂര്യപ്രകാശത്തിൽ നിന്ന് ഉണ്ടാകുന്നതാണ്. ഇവിടെ D3 വേണ്ട, വൈറ്റമിൻ ഡിയുടെ സ്രോതസ്സുകളാണ്. ഇനി ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഇവിടെ പ്ലാന്റ്സ് എഴുതിയിട്ടില്ല കണ്ടോ. പാല് എന്ന് പറയുന്ന സമ്പൂർണമായ ഒരു ആഹാരം നമ്മൾ പറയും. പക്ഷെ വൈറ്റമിൻ D പാലിൽ കുറവാണ്. വൈറ്റമിൻ D പാലിൽ കുറവാണ്. മുട്ടയിലും കുറച്ച് കുറവാണ്. പിന്നെ സസ്യ ഉൽപ്പന്നങ്ങളിൽ തീരെയില്ല. വളരെ വളരെ അപൂർവമാണ്. സാധാരണ വൈറ്റമിൻസിൽ ആദ്യം എഴുതുന്ന പ്ലാൻ പ്രോഡക്റ്റുകളാണ്. പക്ഷെ വൈറ്റമിൻ ഡിയുടെ കേസിൽ സസ്യങ്ങളിൽ തീരെ കുറഞ്ഞ വൈറ്റമിൻ ആണ്, അല്ലെങ്കിൽ സസ്യ ഉൽപ്പന്നങ്ങളിൽ ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാം. രണ്ട് വൈറ്റമിൻസിനെ അങ്ങനെ പറയാം. ഒന്ന് വൈറ്റമിൻ ഡിയും മറ്റൊന്ന് വൈറ്റമിൻ B12ഉം. പ്ലാന്റ് പ്രോഡക്റ്റില് വളരെ ഡെഫിഷ്യന്റ് ആണ്. വളരെ നെഗ്ലിജിബിൾ ആയിട്ടുള്ള എമൗണ്ട് മാത്രമാണ് വൈറ്റമിൻ ഡി ചില സസ്യങ്ങളിലെങ്കിലും ഉള്ളത്. അതുകൊണ്ട് ആ സോഴ്സ് നമുക്ക് പറയാൻ പറ്റില്ല. ആനിമൽ സോഴ്സ് ആണ്. അതിൽ ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മീനെണ്ണ. മീന്, ഇറച്ചി, കരൾ, മീനെണ്ണ. മീനെണ്ണ ഈസ് ദ റിച്ചസ്റ്റ് സോഴ്സ്. അതല്ല എങ്കിൽ പിന്നെ പ്രകൃതിയിൽ എവിടെ നിന്ന് കിട്ടും എന്ന് വെച്ചാൽ സൂര്യപ്രകാശത്തിൽ നിന്ന് നിർമ്മിക്കുന്ന ജീവകമാണ് വൈറ്റമിൻ ഡി. അത് ഏത് രൂപമാണ്? വൈറ്റമിൻ D3 ആണ്. അപ്പൊ വൈറ്റമിനെ കുറിച്ച്, ഡിയെ കുറിച്ച് നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഒന്നും കൂടി ക്വസ്റ്റ്യൻ വൈസ് ആയിട്ട് ഞാൻ പറയുകയാണ്. വൈറ്റമിൻ ഡി ശാസ്ത്രീയ നാമം കാൽസിഫെറോൾ. എല്ലിന്റെയും പല്ലിന്റെയും ആരോഗ്യത്തിന് ആവശ്യമാണ്. അപര്യാപ്തത രോഗങ്ങൾ കുട്ടികളിൽ, ഓസ്റ്റിയോമലേഷ്യ മുതിർന്നവരിൽ. സൂര്യപ്രകാശത്തിന്റെ സഹായത്തോടെ നിർമ്മിക്കപ്പെടുന്നത് കൊണ്ട് സൺഷൈൻ വൈറ്റമിൻ എന്ന് പേരുണ്ട്. ഇത് കൂടാണ്ട് വൈറ്റമിൻ ഡി നമുക്ക് രോഗപ്രതിരോധവും നൽകുന്നുണ്ട്. സൺഷൈൻ വൈറ്റമിൻ എന്ന് ശരിക്കും പറഞ്ഞാൽ അത് ഏത് ഫോമാണ്? വൈറ്റമിൻ D3 ആണ്. വൈറ്റമിൻ D3യുടെ ശാസ്ത്രീയ നാമമാണ് പോളികാൽസിഫെറോൾ. ഈ വൈറ്റമിൻ
സൂര്യപ്രകാശത്തിലെ അൾട്രാവയലറ്റ് രശ്മികളുടെ സഹായത്തോടെ നമ്മുടെ കൊഴുപ്പ്, ശരീരത്തിലെ കൊഴുപ്പാണ് എന്തായി മാറുന്നത്? വൈറ്റമിൻ D3 ആയിട്ട് മാറുന്നത്. വൈറ്റമിൻ ഡിയുടെ സ്രോതസ്സുകൾ നമ്മൾ കണ്ടു. മീനെണ്ണ, മീന്, ഇറച്ചി, കരൾ എന്നിവയാണ് പ്രധാന സ്രോതസ്സുകൾ. സസ്യങ്ങളിൽ തീരെ കുറവായിട്ടുള്ള വൈറ്റമിൻ ആണ് വൈറ്റമിൻ D എന്ന് പറയുന്നത്. പാലിലും ഈ വൈറ്റമിൻ കുറവാണ്. ഓക്കെ, ഇത്രയുമാണ് വൈറ്റമിൻ D. അപ്പൊ മനസ്സിലായല്ലോ, ഇതാണ് വൈറ്റമിൻ D. അപ്പൊ നമ്മൾ ഇന്ന് എത്ര വൈറ്റമിൻ പഠിച്ചു? വൈറ്റമിൻ എന്താണ് എന്നുള്ളത് പഠിച്ചു. വൈറ്റമിൻ 2 രൂപത്തിലുള്ള വൈറ്റമിൻസ് പഠിച്ചു. പിന്നെ വൈറ്റമിൻ എയും വൈറ്റമിൻ ഡിയും കൊഴുപ്പിൽ ലയിക്കുന്ന ജീവകങ്ങളാണ്. ഇപ്പൊ ഇത്രയുമാണ് നമ്മളെ ഇന്നത്തെ ക്ലാസ്. നമുക്ക് വൈറ്റമിൻസ് തന്നെ തുടർന്നുള്ള ക്ലാസ്സുകളിലും പഠിക്കാം. താങ്ക് യു.